ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ മോർണിംഗ് വ്ലോഗ്. അപ്പം ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പോൾ ആളും എൻ്റെ കൂടെ എണീറ്റിട്ടോ. പിന്നെ ആൾ ഉറക്കി കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പണിക്ക് പോയത്, പണിയെടുക്കാനൊക്കെ. അപ്പോൾ അവൾ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഇടയ്ക്ക് വന്ന് നോക്കിയതാണ്. അപ്പം ഞാനൊരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നാണ് ഇപ്പാക്ക് കുറച്ച് നേരത്തെ പോകാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇന്നും ദോശ തന്നെയാണ് കേട്ടോ. ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല, ജസ്റ്റ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾക്ക് ആദ്യം കഞ്ഞി വെച്ചതിന് ശേഷമാണ് ഞാൻ ദോശക്ക് അരി അരച്ചതും അരി അരച്ചതൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പം എന്നിട്ട് ദോശയിൽ തേങ്ങ ഇട്ടിട്ട് ഇതാക്കി. അപ്പോൾ ഞാൻ ദോശ ചുടുന്ന നേരത്ത് മൂപ്പരാൾ വന്നിക്കണം, എന്തെങ്കിലും കൂടി തരണം എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. മൂപ്പരവിടെ നിന്ന് ഉള്ളി അരിയാണ്, ഞാൻ അവിടെ നിന്ന് അപ്പം ചുടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് താളിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നാളേക്കുള്ള അരി പച്ചരി വെള്ളത്തിലിട്ട് ഉഴുന്ന് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ശരിക്കും ഇങ്ങനായിട്ട് ജന്തുക്കളെ നുള്ളി പെറുക്കാണ്ട് ആവശ്യമൊന്നുമില്ല. മൂപ്പര് ഞാൻ സഹായിച്ചരാന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പണിയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് സംഭവം. അപ്പം ഉഴുന്നൊക്കെ കേക്കി തന്ന്, പച്ചരിയൊക്കെ കേക്കി തന്ന്, ഉള്ളിയും താളിപ്പിനുള്ള ഉള്ളിയൊക്കെ ആളായിരുന്നു തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും കൂടുതൽ പണിയൊന്നും എടുത്തില്ലെങ്കിലും ആളൊന്നും കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഏറെക്കുറെ പണിയൊക്കെ കഴിഞ്ഞൊരു സമാധാനമാണ്. പിന്നെ സമയം 7:45 ആയിട്ടുള്ളൂ. അപ്പോഴത്തിന് മൂപ്പത്തിയാരത്തി പിന്നെ നീച്ചു. പിന്നെ ഞാൻ ഉറക്കാൻ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വരുമ്പോഴത്തേന് കടി ആയിട്ടില്ല. ഇപ്പം മരുന്നൊക്കെ കുടിച്ചാലുകൊണ്ട് ഇനിയിപ്പോൾ കടിയാവില്ല വെച്ചിട്ട് ഞാൻ വേഗം ഉറക്കാൻ നിന്നില്ല. അപ്പം ഓല് രണ്ടാളോടെ അങ്ങനെ പുറത്തിരുന്നു. അതിൽ ഞാൻ അപ്പം ചുട്ടതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ. ചോറ് വേഗം നേരത്തെ ആക്കാൻ വിചാരിച്ചു. ഇനി ഓളത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓളെങ്ങാണ്ട് ആ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ എല്ലാ പണിയും വെള്ളത്തിലാണ്. അപ്പോൾ കുഞ്ഞ് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഏകദേശം എല്ലാ പണിയും കഴിച്ചാൽ വിചാരിച്ചു. പിന്നെ നമുക്ക് പാൽ കുടിക്കാൻ പുതിയപ്പോൾ പിന്നെ ഞാൻ മൂപ്പരെ ഏൽപ്പിച്ചു, താളിപ്പ് ഉണ്ടാക്കി തരുമോ എന്നാൽ എനിക്ക് ആ സമയത്ത് നമുക്ക് പാൽ കൊടുത്ത് എൻ്റെ ടൈം അവിടെ വേസ്റ്റ് ആവില്ല. മൂപ്പര് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞും ചെയ്തോളൂ. ഇനി പോയി കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ താളിപ്പ് ഉണ്ടാക്കി തരുവച്ചു. പിന്നെ താളിപ്പ് മൂപ്പര് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുട്ടീൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ മൂപ്പര് താളിപ്പ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നീച്ച് പോകാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഫോണുമ്മ കളിച്ചിരുന്നു കേട്ടോ. പിന്നെ സമയം കിട്ടൂല, അധികമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഓക്കുള്ള മുട്ട പൊരിച്ചലും പിന്നെ ഞങ്ങൾ ചായ കുടിച്ചാനൊക്കെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ പകുതി പണി ഞാൻ അടുത്ത് തീർത്തു. അടുക്കള കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ടായിനി. പിന്നെ അതേപോലെ ഉച്ചക്കത്തെ താളിപ്പായതുകൊണ്ട് തന്നെ പിന്നെ ഉണക്കമീൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉണക്കമീനൊക്കെ ഒന്ന് ചട്ടിയിലിട്ടാൽ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും വെന്തോളം വിചാരിച്ചിട്ട് അതും ചട്ടിയിലിട്ട് പോയി. പിന്നെ പിന്നെ ഞാൻ ഓക്ക് കുളിക്കാനുള്ള വെള്ളം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേഗം അടിച്ചു വരും. പിന്നെ ഓല് രണ്ടാളും കുളി കഴിയുമ്പോൾ തന്നെ ഞാൻ വേഗം തുടക്കാം. അതുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചിട്ട് പിന്നെ ഓക്ക് എണ്ണ ഇട്ട് കൊടുക്കലും അങ്ങനെയൊക്കെ ആയി. മൂപ്പരുള്ളതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് എനിക്ക് ഓളെ കുളിക്കേണ്ട സമയമൊക്കെ എനിക്ക് വേഗം തീർക്കാൻ പറ്റും. കാരണം എനിക്ക് പിന്നെ ആ സമയത്ത് ഓള് കുളിക്കാൻ പോകുന്ന സമയത്ത് പിന്നെ എനിക്ക് ബാക്കി തുടച്ചാൽ മതി. മറ്റേത് ഒറ്റയ്ക്ക് ആകുമ്പോൾ എങ്ങനെയായാലും ഓളൊന്നിനും സമ്മതിക്കില്ല. പണിയൊക്കെ അവിടെ കിടക്കുകയും ചെയ്യും, തുടക്കാനും ആയിക്കൂല. പിന്നെ ഓൾ ഉറങ്ങിയ നേരത്തെ എടുക്കാമെന്ന് വെച്ചുമ്പോൾ പിന്നെ നമുക്കൊരു ഒഴിവുണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് മൂപ്പരുള്ള സമയത്ത് തന്നെ വേഗം തുടക്കാനും കുളിക്കണ സമയത്ത് തന്നെ വേഗം തുടക്കാനും ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിന്നിട്ട്. പിന്നെ അലക്കാൻ ഇട്ടിട്ടില്ല. അലക്കാൻ കുറച്ച് ഇടാനുണ്ട്. അപ്പം കുറച്ച് മെഷീൻ ഫുള്ളായിട്ട് അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ തുടക്കലും മൂപ്പരൊക്കെ പോകുന്നതിൻ്റെ മുന്നേ തന്നെ പോയി. 10:30 ആയപ്പോഴത്തേനും ഓൾ ഉറങ്ങിയിട്ടൊന്ന് നേരത്തെ നീച്ചുകൊണ്ടാണ് ഉറങ്ങി. അപ്പം ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് പോയിരിക്കാം. പുറത്തൊക്കെ ഒന്ന് ഇരുന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വിചാരിച്ചു. കാരണം രാവിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുടിച്ച പണിയാളേക്കാരം. അപ്പോൾ അത് കഴിഞ്ഞ് ഓൾ ഉറങ്ങിയ സമയത്ത് തന്നെ കുളിച്ചാൻ പോയാൽ ചിലപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഓൾ നീച്ചാൽ പിന്നെ നമ്മൾ റിസ്കല്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഇരുന്ന് കിടന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ പണിയൊക്കെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കുറേ സമാധാനത്തിൽ ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ്.